ഹലോ, ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ആരെങ്കിലും കേൾക്കുന്നുണ്ടോയെന്നാ നോക്കിയത്, ഭയങ്കര സ്പീഡ്. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇന്ന് ഒരു നാച്ചുറൽ ഹെയർ ഡൈ. ഇതാണ് ഞാൻ കണ്ടുപിടിച്ച ഹെയർ ഡൈ. ഇത്രയും നാളത്തെ കാത്തിരിപ്പിന് ശേഷം എന്ന് പറയാം, ഇത്രയും നാൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടിയത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുവാണ്. കാരണം ഇതാണ് നമ്മുടെ ആ ഒരു ഡൈ. എൻ്റെ പിള്ളേരെ ഇപ്പം എനിക്ക് എന്താണേലും സന്തോഷമായി. കാരണം ഈ ഡൈ ഇന്നിപ്പം ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ള റിസൾട്ടാണ്. ഫുള്ള് ഒരു നര പോലും ഇല്ലാതെ നന്നായിട്ട് തന്നെ മുടി കറുത്തു. അതെന്തായിരിക്കും ആ നാച്ചുറൽ ഡൈ എന്നുള്ളത് നിങ്ങൾ വീഡിയോ നോക്കിയിട്ട് കണ്ടുപിടിക്കുക. ഞാൻ ഇപ്പം കുളിച്ചെല്ലാം കഴിഞ്ഞ് വന്നതേ ഉള്ളൂ കേട്ടോ. ഉടനെ തന്നെ നമുക്ക് ഇൻട്രൊഡക്ഷൻ പിടിക്കുകയാണ്. അപ്പോൾ എന്നതാ ആ നാച്ചുറൽ ഹെയർ ഡൈ എന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്കുക. കണ്ടതിന് ശേഷം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയിപ്പം നമുക്ക് ഈ ഒരു ഡൈ തന്നെ നമ്മൾ യൂസ് ചെയ്താൽ മതി. ഈ നാച്ചുറൽ ഡൈ തന്നെ യൂസ് ചെയ്താൽ മതി. ഞാൻ എന്താണേലും ഇനി ഈ നാച്ചുറൽ ഡൈ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. അപ്പൊ ഞാൻ അവസാനം കണ്ടുപിടിച്ച എൻ്റെ നാച്ചുറൽ ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ നാച്ചുറൽ ഡൈ ആയിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഈ മൈലാഞ്ചിപ്പൊടിയാണ് ഞാൻ മേടിക്കുന്നത്. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ മൈലാഞ്ചിപ്പൊടി ശരിക്കും പറഞ്ഞാൽ നമ്മൾ തലേദിവസം തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. തലേദിവസം തന്നെ നമ്മൾ ഒരു ആവശ്യമുള്ള അത്രയും സ്പൂൺ എടുത്തിട്ട് നല്ല കട്ടൻ ചായക്കകത്ത് അങ്ങോട്ട്, ഇതെല്ലാവർക്കും അറിയാം, അതാണ് ഞാൻ എടുത്തപ്പോൾ കാണിക്കാഞ്ഞത്. രാത്രി തന്നെ ശരിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കട്ടൻ ചായ നന്നായിട്ട് കലക്കിയതിന് ശേഷം രാത്രി തന്നെ അതങ്ങ് വെച്ചേക്കുക, മൂടി വെക്കുക. പിറ്റേ ദിവസം അതല്ലെങ്കിൽ 8 മണിക്കൂർ, വെളുപ്പിനെ ആണെങ്കിലും ചെയ്താൽ മതി, 8 മണിക്കൂർ അത് എന്താണേലും അവിടെ വെക്കണം. വെച്ചതിന് ശേഷം നമ്മൾ തലയൊക്കെ നല്ല വൃത്തിയിൽ, ഞാൻ ഷാമ്പു ഒക്കെ ഇട്ട് ഇന്നലെ കഴുകിയായിരുന്നു. ഷാമ്പു എന്ന് പറഞ്ഞാൽ എൻ്റെ ഷാമ്പു അറിയാമല്ലോ, കെമിക്കൽ അല്ലാത്ത മറ്റേ ഹെയർ ചെമ്പരത്തി താളിയുടെയാണ്. നോക്കിക്കേ, തല മുഴുവൻ നരയാണ്. നോക്കൂ, കണ്ടോ, ഇവിടെ ഒക്കെ ഉണ്ട് നര. അപ്പം ഞാൻ ചില ദിവസങ്ങൾ ഒരു മാസം ആകുമ്പം, കഴിവതും ഒരു മാസം ആകുമ്പോഴത്തേക്കൊക്കെ ചെയ്യാറുള്ളൂ. കാരണം ഇച്ചിരി ഇങ്ങനെ നരയൊക്കെ വന്നാൽ ഞാൻ ഡൈ സ്റ്റിക്ക് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. നോക്കിക്കേ, ഫുള്ള് നരയാ, കേട്ടോ, ഫുള്ള് നരയാ. ഇന്നപ്പം നല്ല രീതിയിൽ തന്നെ എനിക്ക് ചെയ്യണം. അതുകൊണ്ട് മൊത്തം നരയായി. നല്ല രീതിയിൽ തന്നെ എനിക്ക് ചെയ്തെങ്കിൽ മാത്രമേ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം അത് അടച്ചു മൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ചെയ്തതിന് ശേഷം ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോള് പറഞ്ഞ ഇതാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാൻ പല ഡൈകളും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. നല്ല റിസൾട്ട് കിട്ടിയ പല ഡൈകളും ഉണ്ട്. പക്ഷെ ഞാൻ ലാസ്റ്റ് ചെയ്ത എനിക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പം ഇത് ഞാൻ ഇന്ന് തന്നെ ചെയ്യും, നാളെയല്ല, ഇന്ന് തന്നെ മൈലാഞ്ചിയുടെ ഇത് ചെയ്തതിന് ശേഷം 1 മണിക്കൂറേ ഞാൻ ഇരിക്കാറുള്ളൂ കേട്ടോ. മൈലാഞ്ചിപ്പൊടി തേച്ചിട്ട് 1 മണിക്കൂർ ഇരുന്നിട്ട് വെറും വെള്ളത്തിൽ കഴുകിക്കളയുക. അപ്പോൾ ഷാമ്പു ഒക്കെ ഇട്ടതാ ഇന്ന് തേക്കേണ്ടതുകൊണ്ട്. പിന്നെ മുടി ഉണങ്ങിയതിന് ശേഷം, എൻ്റെ മുടി ഉണങ്ങാൻ വലിയ താമസമൊന്നും വേണ്ട, ഒരു അരമണിക്കൂർ മതി മുടി ഉണങ്ങാൻ. ഒത്തിരി ഉണക്കൊന്നും ആകണ്ട കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അപ്പം തന്നെ ചെയ്യുന്നത്. ഇച്ചിരി നനവൊക്കെ വേണം. എന്നിട്ട് നമ്മുടെ നീലാമരി എണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചൂടുവെള്ളത്തിൽ ആവശ്യത്തിന് എടുത്തിട്ട്, നീലാമരി തേക്കുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾ ഫുള്ള് തേക്കണം കേട്ടോ. ഫുള്ള് നല്ലതായിട്ട് ഇടയിലും ഒക്കെ തേക്കണം. തേച്ചിട്ട് ചീപ്പ് വെച്ചിട്ടുണ്ടല്ലോ, എനിക്ക് വേറൊരു ചീപ്പുണ്ട്, അത് വെച്ച് ഞാൻ എന്നായി ഇങ്ങനെ ചീകും. നന്നായിട്ട് ചീകി പോക്കി കെട്ടി ഇങ്ങനെ ഫുള്ളായിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്ത് ഞാൻ ശരിക്കും 1.5 മണിക്കൂറേ ഇരിക്കത്തുള്ളൂ കേട്ടോ. വേണ്ടിയവർക്കില്ലേ, എനിക്ക് ഇതുവരെ കുഴപ്പമില്ല കേട്ടോ, ഇടയ്ക്കൊക്കെ ജലദോഷം ഒന്നും ഉള്ളതല്ലേ. വേണ്ടിയവർക്ക് പനിക്കൂർക്കയുടെ ഒരു ശകലം ജ്യൂസ് എടുത്തിട്ട് നമുക്കിതിനകത്തോട്ട് ആഡ് ചെയ്യാം, ഈ വെള്ളത്തിനകത്തോട്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല, വേണ്ടിയവർക്ക് ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഇത്. അതായത് ജലദോഷമൊന്നും വരത്തില്ലെന്ന്. പക്ഷെ ഞാനൊന്നും ചെയ്യുന്നില്ല ഇപ്പം. ഇതിന് മുമ്പ് ഡൈ ചെയ്തതിനകത്തൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. നല്ല റിസൾട്ട്. എൻ്റെ തലമുടി ഇപ്പം നന്നായിട്ട് വളരുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് ചെയ്തിട്ട് 1.5 മണിക്കൂർ ഇരിക്കുക, വെറും വെള്ളത്തിൽ കഴുകിക്കളയുക. കഴുകിക്കളഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളെ എൻ്റെ മുടിയുടെ റിസൾട്ട് ഞാൻ കാണിക്കാം. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ മുടി എന്നതാ സംഭവം എന്നുള്ളത്. നരയും നോക്ക്,
കണ്ടോ പിള്ളേരെ, എന്തോന്ന് ഒരേയാ പിള്ളേരെ, കണ്ടോ? നിങ്ങളുടെ മുമ്പിലിരിക്കുമ്പോൾ ഞാനുണ്ടല്ലോ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡൈസ്റ്റിക്കില്ലേ, അതൊക്കെ ഇങ്ങനെ 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 തേച്ച് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതൊക്കെ ചെയ്യും. ഇതാ ഇവിടെ വന്നിക്കുന്നുണ്ടോ, കണ്ടോ? ഈ അകത്തെ ഒന്നും നമ്മൾ അങ്ങനെ ഇങ്ങനെ കെട്ടി വെച്ച് കഴിയുമ്പോൾ അറിയത്തില്ലേ. ഇവിടെ നോക്കിക്കേ, ഫുള്ള് ഇവിടെ വരുമ്പോഴാണ്, ഇവിടെയും വരുമ്പോഴാണ് നമുക്ക് ആ വൃത്തികേട് അറിയുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ പായ്ക്കൊക്കെ മൈലാഞ്ചിയുടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ഇരിക്കണം, അടച്ചു വെച്ചേക്കുവാണ്. കാണിക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് താമസിക്കാതെ തന്നെ സമയമാകാറാവുന്നു. അപ്പം മൈലാഞ്ചിയുടെയൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ച് ഇരുന്ന് 1 മണിക്കൂറേ മൈലാഞ്ചിയുടെ അതിനകത്ത് ഞാൻ ഇരിക്കത്തുള്ളൂ, മറ്റത് 1.5 മണിക്കൂറും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നിങ്ങളെ റിസൾട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും. കേട്ടല്ലോ, റിസൾട്ട് കാണിക്കാം. പിന്നെ ഇതാണ് ഇന്നത്തെ ഏറ്റവും മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഇന്ന് പാചകമൊന്നുമില്ല, ഇത് തന്നെ മെയിന്. നമുക്ക് തേച്ച് തുടങ്ങാം അല്ലേ, മൈലാഞ്ചി തേച്ച് തുടങ്ങാം. ഓക്കെ, കാണിച്ച് റിസൾട്ട് കാണിക്കാം കേട്ടോ. കാര്യം പറഞ്ഞ് ഇരുമ്പ് ചീനച്ചട്ടി വേണം മൈലാഞ്ചി ഇത് ആക്കി വെക്കാം കേട്ടോ. നമ്മുടെ മൈലാഞ്ചി തേക്കാൻ സമയമായി, നമുക്ക് നോക്കാം. നല്ല കറുത്ത് നന്നായിട്ട് തന്നെ നമ്മുടെ മൈലാഞ്ചി സൈഡിലും ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. നമുക്കപ്പോൾ അതെടുത്ത് തേക്കാവേ. അപ്പം നമുക്ക് നമ്മുടെ മൈലാഞ്ചി തന്നെ ആദ്യം നമുക്ക് നോക്കാം. സൈഡൊക്കെ നല്ല കറാന്നാവൂലെ മൈലാഞ്ചിയുടെ. അപ്പം നമുക്ക് ഗ്ലൗസ് ഇടേണ്ടതായിരുന്നു, പോട്ടെ സാരമില്ല. ഇതുണ്ടോ നല്ല ബ്ലാക്ക് കളറൊക്കെ വരുന്നത്. ഇനി നമുക്ക് നിങ്ങളെ കാണിച്ചിട്ട് വേണം എനിക്ക് ഗ്ലൗസൊക്കെ ഇട്ട് പുറത്ത് പോയിരുന്ന് നല്ല വൃത്തിക്ക്. പുറത്തൊരു കണ്ണാടിയുണ്ട്, അപ്പം അവിടെ ആണെങ്കിലുണ്ടല്ലോ നല്ലതായിട്ട് എനിക്ക് കാണാം. നമുക്ക് ഇതിനകത്തോടൊന്നും ഒത്തിരി നരയില്ലേ, അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് ഇതിനകത്തൂടെ. അപ്പോൾ നല്ല വൃത്തിക്ക് ഫുള്ള് തേക്കണം കേട്ടോ. ഫുള്ള് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടല്ലോ. ഫുള്ളെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിയിട്ട് നീലയമരി തേച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞു, ഹെന്ന ഇട്ട് കഴുകി. അത് കഴിഞ്ഞിട്ട് മുടി പെട്ടെന്ന് ഹെന്ന ഇട്ട് കഴിഞ്ഞപ്പം മുടി ഒരുവിധമൊക്കെ നന്നായിട്ട് ഉണങ്ങിയതിന് കഴിഞ്ഞിട്ട് കുറച്ച് ഈർപ്പനി തന്നെ നീലയമരി ചെയ്യാം കേട്ടോ. നീലയമരി ചെയ്തിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ 2 മണിക്കൂർ ഇരുന്നു കേട്ടോ നീലയമരി ചെയ്തിട്ട്. കാരണം ശരിയായില്ലെങ്കിലോ എന്നോർത്ത. പക്ഷേ നമുക്ക് ഇപ്പം എനിക്ക് നേരത്തെ അടിപൊളി റിസൾട്ട് കിട്ടി തുടങ്ങിയോണ്ട് എനിക്ക് ഇന്ന് അതിശയമൊന്നുമില്ല. ഫുള്ള് നല്ല റിസൾട്ട് കിട്ടിയെന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഇവിടെയൊക്കെ മുഴുവൻ നരയല്ലായിരുന്നോ, നോക്കിക്ക്, മൊത്തം നരയല്ലായിരുന്നോ. ഇപ്പം എങ്ങനെയുണ്ട്, ഇതാ നോക്ക്, ഫുള്ള് നരയെല്ലാം മാറി. ഇവിടെയൊക്കെ മുഴുവൻ നരയല്ലായിരുന്നോ, മൊത്തം നരയും മാറി. അടിപൊളി റിസൾട്ട് കിട്ടി. ഇതാ ഇവിടെ എല്ലാം നരയെന്ന് പറഞ്ഞാൽ സർവത്ര നരയായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നോക്കിക്കുക നിങ്ങൾ എൻ്റെ മുടി എങ്ങനെ നല്ല ഇതായെന്ന് നോക്കിക്കുക. ഇതാ കണ്ട. അപ്പോൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ ഈ ഡൈ മാത്രം ഉപയോഗിച്ചാൽ മതി. എനിക്കിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം ആയിട്ടും ഈ ഡൈ ഒരു 5-8 പ്രാവശ്യം ചെയ്തതിന് ശേഷം മാത്രമാണ് റിസൾട്ട് കിട്ടിയത് കേട്ടോ. റിസൾട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത്രയും ഇതായിട്ട് സന്തോഷത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പറയുന്നത്. അതിന് മുമ്പ് ഇടയ്ക്ക് ചുമന്നൊക്കെ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ ദാ ഫുള്ള് മൊത്തം നരയെല്ലാം മാറി. അപ്പം ഈ വീഡിയോ എല്ലാവരും കാണണം, കണ്ടിട്ട് ഇതുപോലെ തന്നെ ചെയ്യണം. ചെയ്തതിന് ശേഷം റിസൾട്ട് കിട്ടിയിട്ട് കമൻറ്റ് ബോക്സിൽ ഇടണം. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ചുമന്നൊക്കെ ഇടയ്ക്കൊക്കെ ഇരിക്കും, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. വീണ്ടും 2 ആഴ്ച കൂടുമ്പോഴോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ചെയ്ത് കഴിയുമ്പോൾ കറുപ്പായിക്കഴിഞ്ഞ് റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ 1 മാസത്തിലൊന്ന് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.